10 വാക്യം, രാജാവിൻ്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ട്. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ പഠിക്കുമ്പോൾ ആമേൻ ആ തുടക്കം തന്നെ നമുക്കറിയുന്നത് 12 ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുക. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമായി ഇങ്ങനെ തുടക്കം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഓരോ രാജാക്കന്മാരുടെയും അരുളക്ക് ഒരു കുറവുമില്ല. സ്തോത്രം. ആമേൻ. അവരിങ്ങനെ അരുളി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു രാജാവിനും ആമേൻ അധരങ്ങളിൽ അല്ലെങ്കിൽ തൻ്റെ ആമേൻ ഭരണകൂടത്തിനകത്ത് നിന്നുകൊണ്ട് ആമേൻ എപ്പോഴും ഏത് സമയത്തും ഒരു അരുളപ്പാട് തൻ്റെ അരികിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും അലർട്ടായിരിക്കും രാജാക്കന്മാർ. ആമേൻ. നമുക്കറിയാം, ഭരണകൂടങ്ങളാണെങ്കിലും ഭരണമാണെങ്കിലും ആമേൻ സ്തോത്രം, പ്രൈസ് ജനാധിപത്യമാണെങ്കിലും ഏത് തലം നോക്കിയാലും ഏത് വാക്കിനകത്തും അവർക്ക് 1000 ആമേൻ സ്തോത്രം വിടുതലുകൾ അതിനകത്തുനിന്ന് പ്രാപിച്ചെടുക്കുന്നത് കാണാൻ കഴിയുന്നു. ആമേൻ സ്തോത്രം. ഏത് ആ വ്യക്തിയുടെ അടുത്ത് പോയാലും ആമേൻ അവരുടെ പക്കൽ ഒത്തിരി വാക്കുകൾ അവരുടെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കൂ, ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ പോലും അവർ പറയുന്നത് പേടിക്കണ്ട, അതാണ് അവരുടെ വായിൽ നിന്ന് വരുന്ന അരുളപ്പാട്. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട, അതിനകത്ത് ഒരു വലിയ നിയോഗം വെളിപ്പെടുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നോക്കൂ, ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ശലോമോൻ ജ്ഞാനിയുടെ അടുത്ത് അല്ലെങ്കിൽ ശലോമോൻ രാജാവിൻ്റെ അടുത്ത് പ്രൈസ് ദി ലോർഡ് തൻ്റെ കൊണ്ടുവരുമ്പോൾ ഒത്തിരി ന്യായവിധികൾ തൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. സ്തോത്രം. എന്നാൽ ഈ വാക്യത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ, ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 1 വാക്യം മുതൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഒത്തിരി അരുളപ്പാടുകളും ദൂതുകളുമാണ് ഈ 16 അധ്യായത്തിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു വാക്യം പോലും നമുക്കതിനകത്തുനിന്ന് മാറ്റിവെക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഓരോ വാക്കുകളും 1000 ദൂതുകൾ ശലോമോൻ ജ്ഞാനിയുടെ അധരത്തിനകത്തുനിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ വന്നിരിക്കുന്ന ചില അരുളപ്പാടുകൾ അത് നമുക്ക് ദോഷത്തിനാണോ വന്നിരിക്കുന്നത്, നമ്മുടെ അനുഗ്രഹത്തിനാണോ വന്നിരിക്കുന്നത്, നമ്മുടെ ഉയർച്ചയ്ക്കാണോ വന്നിരിക്കുന്നത്? പ്രൈസ്. ചിലർ പറയാറുണ്ട് ആമേൻ സ്തോത്രം, വലിയ ദൂരമൊന്നും നീ പോകത്തില്ല എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ആമേൻ നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് തുടക്കം തന്നെ അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ആമേൻ മുഖം നോക്കാതെ ശപിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, ഈ രാത്രി ആമേൻ അധികാരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ചിലര് മനഃപൂർവ്വമായി ജനത്തെ ശപിക്കാൻ വാ തുറക്കുമ്പോൾ അതിനകത്ത് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആമേൻ ആലോചനകൾ ഇന്ന് രാത്രി ആമേൻ ദൈവജനത്തിന് അനുകൂലമായ അധരങ്ങളാണോ ഇന്ന് രാത്രി തുറക്കുന്നത്? നോക്കൂ, ആമേൻ സ്തോത്രം, ബാലാക്ക് എന്ന പ്രവാചകൻ പ്രൈസ് ദി ലോർഡ് ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ബിലയാം എന്ന പ്രവാചകന് പണം കൊടുത്ത് ബാലാക്കിനെക്കാളും ആമേൻ ശക്തനായി നിൽക്കുന്ന പ്രവാചകനാണ് ബിലയാം. പ്രൈസ് ദി ലോർഡ്. ബിലയാം എന്ന പ്രവാചകനെ ഇസ്രായേലിന് നേരെ വാ തുറക്കാൻ ഒരു ന്യായവിധി, എന്താ ന്യായവിധി? ശാപത്തിന്റെ ന്യായവിധി ആമേൻ അയപ്പാനായി പണം കൊടുത്ത് ഹല്ലേലൂയ അവനെ നിർബന്ധിച്ചയക്കുമ്പോൾ ആ യാത്രാ മധ്യത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. കഴുതയുടെ അധരത്തെ തുറന്ന ദൈവം ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ചില അധികാരങ്ങൾ പൊളിയാൻ പോകുകയാണ്. ആമേൻ. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ആമേൻ ദേശത്തിന് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, ആമേൻ നിന്റെ ഉപജീവന വഴിക്ക് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, ആമേൻ നിന്റെ സാമ്പത്തിക വഴിക്ക് നേരെ, നിന്റെ യാത്രയ്ക്ക് നേരെ ഉയരുന്ന ചില കറുത്ത ശക്തികളുണ്ട്. അതിന്റെ ആമേൻ ശക്തികളെ തകർക്കുന്ന ഒരു പ്രാർത്ഥന ഇന്ന് രാത്രി ഉയരുമെങ്കിൽ ഏത് അധരം ശപിക്കാനായി വാ തുറന്നാലും അതിനകത്ത് ആമേൻ അനുഗ്രഹം പകരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. തകർത്ത് കളയുമെന്ന് പറയും.
നിന്നെ തീർത്ത് കളയുമെന്ന് പറയും. നോയിക്കേ, ആമേൻ, സ്തോത്രം. നമുക്കറിയാം ദാനിയേൽ പ്രവാചന പുസ്തകം 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിനകത്ത് നെബൂഖദ്നേസർ രാജാവ് കൽപ്പനയിട്ടു. എന്താ കൽപ്പന? പ്രാർത്ഥിക്കുന്നവന് നേരെ എന്ത് ചെയ്യണം? അവനെ തകർത്ത് കളയണം. ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നിന്റെ പ്രാർത്ഥന 4 ചെവിരുകൾക്കകത്ത് ഒതുങ്ങി നിൽക്കേണ്ടതല്ല. സ്തോത്രം, ഹല്ലേലൂയ. 4 ചെവിരുകൾക്കകത്ത് ഒരു ദൈവപൈതലിന്റെ പ്രാർത്ഥന ഒതുങ്ങി നിൽക്കേണ്ടത് അല്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ 2-ാമത്തെ അധ്യായത്തിനകത്ത് ശ്രദ്ധിക്കൂ. ഒരു ഇച്ചിരി ഉള്ള ഒരു പയ്യന്റെ മുമ്പിൽ വന്ന് ഒരു രാജാവ് മുട്ടുമടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ നിന്നെ വിധിച്ചവൻ, നിന്നെ അഗ്നിക്കകത്തേക്ക് വിധിച്ച് തള്ളിയിട്ടവൻ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുന്ന രാത്രി. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുമ്പിൽ സാത്താങ്കം വീഴാൻ പോകുന്ന രാത്രി. പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. ദേശത്തിൽ ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉയരണം. ഹല്ലേലൂയ. വായിച്ച 46-ാമത്തെ വാക്യവും 47-ാമത്തെ വാക്യവും 48-ാമത്തെ വാക്യം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവൻ ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. ആമേൻ. നോക്കൂ, 46-ാമത്തെ വാക്യത്തിലേക്ക്, അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണും ദാനിയേലിനെ നമസ്കരിച്ചു. ഈ രാത്രി ശ്രദ്ധിക്കണം, നമസ്കരിക്കാൻ കാര്യമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ തന്നെ നമസ്കരിക്കണം. കാരണം ഒരാളിനെ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഫ്രണ്ടിൽ വരുമ്പോൾ അവൻ്റെ അകത്തളവൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അവൻ എവിടെ നിന്നാണ് വന്നത്? അവൻ ആരാണ്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവരോട് നേരെ ചെല്ലുമ്പോൾ ഒന്ന് നോക്കണം. പ്രൈസ് ദി ലോർഡ്. അവരാരാ? അവരെന്താണ് പദവി കൊടുത്തിരിക്കുന്നത്? അവനൊരു അടിമച്ചക്കനാണോ? കേവലം അടിമച്ചക്കനല്ല. സ്തോത്രം, അവനൊരു ശുശ്രൂഷയുണ്ട്. ഇന്ന് രാത്രി സകല മന്ത്രവാദികളും തകർന്നു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാം തീർന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവപൈതലേ, പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കാൻ ഒരു രാജാവിന് ദൈവം, ആമേൻ, സ്തോത്രം, അനുവദിച്ചെങ്കിൽ ഈ രാത്രി ശ്രദ്ധിക്കൂ, ആമേൻ, ചിലത് നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി മുട്ടുമടക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാ. ആമേൻ. തീർന്നു എന്ന് പറഞ്ഞു. ഇല്ല, ഇനി തീർന്നു, ഇനി മുൻപിലില്ല. നിന്റെ പ്രാർത്ഥന കാണുമ്പോഴേ വെറുപ്പാ ചിലർക്ക്. സ്തോത്രം, ഹല്ലേലൂയ, അല്ലേ? ദാനിയേലിന്റെ പ്രാർത്ഥന കണ്ടപ്പോ ഇവർക്കെല്ലാം അങ്ങ് പരവേശമായി. ആരോടൊക്കെ ദൈവാത്മാവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ഒരു അരിശമാ, എനിക്കൂടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ. അത് ആ പ്രാർത്ഥിക്കുന്നവന്റെ കുഴപ്പമല്ല, അത് നിന്റെ കുഴപ്പമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നെബൂഖദ്നേസർ രാജാവിന്റെ കൂടെ നിൽക്കുന്ന ഷണ്ണന്മാർ കണ്ടപ്പോൾ ഇവൻ പ്രാർത്ഥിക്കുന്നവനാണെന്നൊരു കുറ്റം മാത്രമേ പറയാൻ പറ്റിയുള്ളൂ. വേറെ ഒന്നും നിരത്തി വെക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന 4 പേരുണ്ട്. 1 ദാനിയേൽ, 2 ശദ്രക്ക്, 3 മേശക്ക്, 4 അബേദ്നെഗോ. ആമേൻ. 4 പേരെയും 2 സ്ഥലത്തേക്ക് മാറ്റി. എന്താ കാര്യം? ഒരുമിച്ച് നിന്നാൽ ചിലത് സംഭവിക്കും. ഇന്ന് രാത്രി, ആമേൻ, ഒരുമിച്ച് നിന്നാൽ ചിലത് സംഭവിക്കും. ചിലതിനകത്ത് ഒരുമിച്ച് നിർത്താൻ കഴിയാതെ 2 ദിശയിലേക്ക് മാറ്റിവിടുന്ന ചില ഭരണകൂടങ്ങളെ ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു. അത് പൊളിയട്ടെ. ഹല്ലേലൂയ. 2 ധ്രുവത്തിലേക്ക് സഞ്ചരിക്കുന്ന, ഹല്ലേലൂയ, ആശയങ്ങൾ വരെ മാറ്റിക്കളയുന്ന, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ആമേൻ. ദാനിയേലോട് നിൽക്കട്ടെ, അത് വായിക്കാം, നമുക്ക് എടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 14-ാമത്തെ അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന, ആമേൻ, അബ്രഹാമിന്റെ നടുവിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി അയക്കിയ ദൈവം.
പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി 14-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം ദൈവം ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. സ്തോത്രം പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം ചിലർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി ചെയ്യാതെ പിന്നെ ആർക്ക് വേണ്ടി ചെയ്യും? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചെയ്യാതെ കർത്താവ് പിന്നെ വേറെ ആർക്ക് വേണ്ടി ചെയ്യും? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി കിട്ടിക്കാണത്തില്ല, നാളെ പ്രഭാതത്തിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണ്ട. ആമേൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിന്റെ വാതിക്കൽ വന്ന് മുട്ടുകയാ. ഇന്ന് രാത്രി ആ ശബ്ദം കേട്ട് ആ വാതിൽ തുറക്കാൻ നീ തയ്യാറാണെങ്കിൽ ആമേൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതലായി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചേ 14-ാമത്തെ അധ്യായത്തിന്റെ 8-9 വേദാംശം. ആത്മാരാജാവും സെബോയിം രാജാവും സോവാർ എന്ന രാജാവും പുറപ്പെട്ട സിത്തീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെദോർലായേമെർ, ജാതികളുടെ രാജാവായ തീദാൽ, ശിനാൻ രാജാവായ അമ്രാഫേൽ, എലാസാർ രാജാവായ അരിയോക്ക് എന്നിവരുടെ നേരെ പടനിരത്തി. 5 രാജാക്കന്മാരുടെ നേരെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ചില പടകൾ നിരക്കുക. രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾ 1-ാമത്തെ വാക്യം ഒഴിച്ചു നോക്ക്. തുടക്കം യുദ്ധങ്ങൾ സംഭവിക്കുകയാണ്. ആമേൻ. രാജാക്കന്മാർ തമ്മിൽ യുദ്ധം. പ്രൈസ് ദി ലോർഡ്. ആരും കീഴ്പ്പെടുന്നില്ല. ഞാൻ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കുറവ് സംഭവിക്കുമോ? എൻ്റെ രാജ്യം ആമേൻ പ്രൈസ് ദി ലോർഡ് തകർന്നു പോകുമോ എന്നുള്ള പേടി. ശരിയാ. ഇന്ന് രാത്രി ആമേൻ ഒരു രാജ്യം പിടിച്ചെടുക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ യുദ്ധമുണ്ട്. 100 പേരുടെ ജീവൻ അവിടെ ആമേൻ പൊലിഞ്ഞു വീഴും. ആമേൻ, നദികളെല്ലാം രക്തമൊഴുകുന്ന നദികളായി തീരും. കശാപ്പ് ശാലയിൽ മൃഗത്തെ തോല് പൊളിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആമേൻ പ്രാർത്ഥിക്കുന്നവനെ തോല് പൊളിച്ചു നിർത്തി. ഹല്ലേലൂയ. ആത്മീയനെ ഒരിക്കലും തകർക്കാൻ കഴിഞ്ഞില്ല. ഏത് രാജാക്കന്മാർ മാറി മാറി വന്നെങ്കിലും അവർ നോക്കിയത് പ്രാർത്ഥിക്കുന്നവനെയാ നോക്കിയത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാത്തവനെ വേണ്ട, പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങുന്നവനെയും വേണ്ട. ആമേൻ. പ്രാർത്ഥിക്കുന്നവനെ കണ്ടുപിടിച്ച് അവന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന അന്ധകാര ഇരുട്ടിന്റെ ശക്തികൾ, കറുത്ത കരങ്ങൾ ഇന്ന് രാത്രി പൊളിയാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ മുട്ടുമടങ്ങിക്കോ. ഈ കാലഘട്ടം നിനക്കുള്ള സീസണാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ആമേൻ ആർക്കും നിവർന്നു നിൽക്കാൻ കഴിയില്ല. അഭിഷേകത്തിനെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വേദന വന്നാൽ അതിനപ്പുറം നിനക്കൊരു വലിയൊരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ചില ബന്ധനങ്ങളെ അഴിക്കുന്ന, നിനക്ക് പ്രാർത്ഥിക്കാൻ വിട്ടുകൊടുക്കാതെ, ബൈബിൾ വായിക്കാൻ വിട്ടുകൊടുക്കാതെ ചില ബന്ധനങ്ങളിട്ട് പോരടിക്കുന്ന ചില അന്ധകാരത്തിന് ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ഈ മീറ്റിംഗിന് മധ്യേ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ വിട്ടുകൊടുക്കാതെ, പ്രാർത്ഥിക്കുന്ന അറയിൽ കയറുമ്പോൾ ആമേൻ നിന്നെ വിട്ടുകൊടുക്കാതെ, പ്രാർത്ഥനാ സമയത്ത് നിന്നെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികൾ അടമനരഗത ശംഭവരാജകൽക്കനാദി, ജുഡമനരഗത ശംഭവാരകൽക്കനാദി, വൈഡക്കടകം വേദമരാജകൽക്കനാദി, അതുരക്കടകം ജൂഡമനാരക അന്തൽക്കമനവരകതുനി വേദകരാജകൽക്കനാദി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആരാധനയ്ക്ക് വിരോധമായി പൊങ്ങുന്ന, പ്രാർത്ഥനയ്ക്ക് വിരോധമായി പൊങ്ങുന്ന, ദേശത്തിന് വിരോധമായി പൊങ്ങുന്ന, ഭവനങ്ങൾക്ക് വിരോധമായി പൊങ്ങുന്ന, തലമുറകൾക്ക് വിരോധമായി പൊങ്ങുന്ന, ഉപജീവനക്ക് വിരോധമായി പൊങ്ങുന്ന, ചില യാത്രകൾക്ക് വിരോധമായി പൊങ്ങുന്ന ചില പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി ഈ മീറ്റിംഗിന്റെ മധ്യത്തിൽ തകർന്നു മാറട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കറുത്ത കരങ്ങൾ ആമേൻ തകർന്നു മാറുന്ന, ദേശം വിടുവിക്കപ്പെടുന്ന, സഭ വിടുവിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കുന്നവൻ വിടുവിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന അഭിഷക്തമാർ വിടുവിക്കപ്പെടുന്ന, ആരാധിക്കുന്ന അഭിഷക്തമാർ വിടുവിക്കപ്പെടുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ വിടുവിക്കപ്പെടുന്ന ഒരു രാത്രിയായി തീരട്ടെ. ഇന്ന് രാത്രി മുട്ടുമടക്കുന്ന രാത്രിയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്ന രാത്രി അത്രേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കൂ. ആമേൻ. ഇന്ന് രാത്രി നിന്റെ കണ്ണീന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക. സ്തോത്രം. ഹല്ലേലൂയ. നന്മയ്ക്ക. എപ്പോ കരയുമോ അപ്പൊ നിന്റെ ജീവിതത്തിൽ വഴി ദൈവം തുറക്കും.
ഇന്ന് രാത്രി. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, സ്തോത്രം. മാറത്ത് കിടക്കുന്ന, മാറത്ത് പറ്റിക്കിടന്നുറങ്ങുന്ന ചോരക്കുഞ്ഞ്, ആമേൻ, സ്തോത്രം, ഒന്ന് പിടച്ചാൽ അതിൻ്റെ ഹാർട്ടും ആ മാതാവിൻ്റെ ഹാർട്ടുമായി ആമേൻ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി രാജാവിൻ്റെ അരയിൽ ആമേൻ അമർന്നിരിക്കുന്ന കച്ച പോലെ ഒരു ആത്മീകൻ, ആമേൻ, സ്തോത്രം, ഒരു ആത്മീക പ്രാർത്ഥിക്കുന്ന അഭിഷക്തൻ, പ്രാർത്ഥിക്കുന്ന അഭിഷക്ത, പ്രാർത്ഥിക്കുന്ന കുഞ്ഞ് ഇന്ന് രാത്രി ആ കർത്താവിന്റെ മാറത്ത് പറ്റിയിരിക്കുന്നെങ്കിൽ, ആമേൻ, നിന്റെ ഹൃദയം ഒന്ന് പിടയുമ്പോൾ, നിന്റെ കൺപോള ഒന്ന് നനയുമ്പോൾ, നിന്റെ വാക്കുകൾ ഒന്ന് ഇടറുമ്പോൾ, ആമേൻ, സ്തോത്ര, നിന്റെ ഹാർട്ടൊന്ന് പിടയുമ്പോൾ പ്രാണകാന്തൻ ചോദിക്കുകയാണ്, എന്താ മോനെ, എന്താ മോളെ, എന്താ പറ്റിയത് നിനക്ക്? നീ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ഈ എന്താ സങ്കടപ്പെട്ട് ദൈവമൈതലേ? ബന്ധങ്ങളൊക്കെ ശവക്കുഴി വരെ ഉള്ളൂ, അതിനപ്പുറവും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നേ. ഹല്ലേലൂയ, സ്തോത്ര. ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, ഓ പ്രൈസ് ദി ലോർഡ്, വേദനയ്ക്കൽ ഇതെല്ലാം വരുന്ന ശവക്കുഴി വരെ മാത്രമേ ഉള്ളൂ. അതപ്പുറത്ത് എന്നെയും നിന്നെയും സൂക്ഷിക്കുന്ന ഒരു ദിവസമല്ല, കോടാന് കോടി യുഗം അപ്രിയരുമായി ചേർന്ന്, ഓ അപ്രിയന്റെ സ്വരം കേട്ട് ആ കണ്ണുകളിലേക്ക് നോക്കി ആമേ ആരാധിക്കുന്ന സുദിനങ്ങൾ നമുക്ക് ഉണ്ടെന്ന്. അതുകൊണ്ട് ആ ശത്രു പ്രാർത്ഥിക്കാൻ വിടാത്തത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. യുദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്തോത്രം. യുദ്ധശ്രുതികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകളാണ്. എനിക്ക് ആ രാജ്യം പിടിച്ചെടുക്കണം. എനിക്കതിന് ദാവീദ് രാജാവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൈ പട്ടണം പിടിച്ചെടുക്കാൻ പോയി. സ്തോത്രം. ആമേൻ, രാമേൻ. ദാവീദിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ മൊണ്ടികളെയാണ്. സ്തോത്രം. മൊണ്ടികളെ കാണുമ്പോൾ ദാവീദിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. കാരണം ദാവീദിന് ഇവരൊക്കെ വെറുപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് എല്ലാത്തിനെ കൂടെ ആമേ വലിച്ചു പറയുക, എന്താ പറയാ, ഈ ആമേ നമ്മുടെ കയ്യിലോ കാലിലോ ആമ ഈ കുളയട്ടേക്ക് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ എടുത്ത് കളയുന്നത് പോലെ ദാവീദ് ഓരോന്നും തൂക്കിയെടുത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പട്ടണവും പിടിച്ചെടുത്തു. ഇന്ന് രാത്രി ചിലത് പിടിച്ചെടുക്കാൻ നീ കാൽ വയ്ക്കുമ്പോൾ നിന്റെ കാലിൽ കയറി പിടിക്കുന്ന ചില ശക്തികളെ കുടഞ്ഞു കളയാൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനം നിൽക്കാൻ കഴിയുന്നില്ല. ആമേൻ. ഇന്ന് രാത്രി ചില തീരുമാനമെടുത്തിട്ട് ആമേൻ, സ്തോത്രം, പ്രൈസ്, നല്ലൊരു ആരാധനയ്ക്ക് വെളിപ്പെടുമ്പോൾ ചിന്തിക്കും, ഇനി ഒരു കാര്യമുണ്ട്, ഇനി എനിക്ക് കുറേ അടുത്ത് പോകണം, ആമേൻ, കുറേ ആളുടെ സുവിശേഷം പറയണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. ആ പ്രാർത്ഥന കഴിഞ്ഞ് ആഹാരം കഴിഞ്ഞ് ഒരു ഉറങ്ങി കഴിയുമ്പോൾ അതെങ്ങോട്ട് പോയെന്നറിയില്ല. കാരണം മറ്റവൻ കയറി കാലി പിടിച്ചിരിക്കുക. മൊണ്ടികൾ. ഈ മൊണ്ടികളെ കുടഞ്ഞു കളയുന്ന രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പാട് പറയുക. നീ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ രണ്ട് കാലിനെ കെട്ടിപ്പിടിക്കുക. നീ പോണ്ട കാര്യമേ ഇല്ല. സ്തോത്രം. ഈ കായിപ്പട്ടണത്തിൽ കയറിയപ്പോ ആമേ, സ്തോത്രം, ഈ യുദ്ധത്തിന് ദാവീദ് നിരനിർത്തി ആൾക്കാരെ നിർത്തി അങ്ങോട്ട് യുദ്ധം തുടങ്ങാമപ്പോ ഓരോരുത്തരെ കാലിൽ കയറി കെട്ടിപ്പിടിക്കുക. വേറെ ആരുമില്ല, മൊണ്ടികളാ. കായിപ്പട്ടണം മുഴുവനും മൊണ്ടികളിരിക്കുക. മൊണ്ടികൾ. രണ്ട് കാലും ചപ്പാണികൾ ആ പട്ടണം നിറഞ്ഞിരിക്കുക. വിട്ടുകൊടുക്കൂല, വിട്ടരത്തില്ല. കായിപ്പട്ടണം വിട്ടുതരത്തില്ല. പക്ഷെ രാജാവ് പറയുക, ഇതിനെ പിടിച്ചടക്കാതെ പോകത്തില്ല. ഇന്ന് രാത്രി ഇതിനെ പിടിച്ചടക്കാൻ ആത്മാവിൽ തീയോടെ ഈ രാത്രി സഞ്ചരിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുന്നിൽ വേണ്ടത് ആയുധങ്ങളല്ല കേട്ടോ, ആയുധങ്ങളല്ല, പ്രാർത്ഥന. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് ആയുധത്തെക്കാൾ വലുതാ പ്രാർത്ഥന. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സൈന്യത്തെക്കാൾ വലുതാ പ്രാർത്ഥന. ഏതിനെ പിടിച്ചെടുക്കാൻ പ്രാർത്ഥന ഇന്ന് രാത്രി അതിശക്തമാണ്. ഇല്ലേ ആമേ, ദിനീഷ് ബ്രദറെ, അല്ലേ? നമ്മളങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കയറി പിടിക്കാം. പോണ്ട, കൊടയണം, കാല് വലിച്ച് കൊടയണം. പ്രൈസ് ദി ലോർഡ്. ആമേ, സ്തോത്രം. കാല് വലിച്ചു കൊടയണം എന്ന് പറഞ്ഞാൽ ആമേ, സ്തോത്രം, ചിലരൊക്കെ നമ്മുടെ കൂടെ എത്തത്തില്ല. കാരണം നമ്മൾ കാല് വലിച്ചു നീട്ടി നടക്കും. ചിലരൊക്കെ ആണെങ്കിൽ നടക്കണ്ടോ, താറാവ് നടക്കും പോലെയാ. അതുപോലെ നടക്കേണ്ടത്. അതൊക്കെ ഈ മൊണ്ടിയിൽ പിടിച്ചിരിക്കുക, കാലില് നടക്കാൻ വിടത്തില്ല. അതൊക്കെ ഒരു 500 മീറ്ററൊക്കെ പോകുമ്പോൾ അങ്ങ് വീണ് പോകും. പ്രൈസ് ദി ലോർഡ്.
പക്ഷെ കാല് വലിച്ച് നടന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, തളർന്നു പോകത്തില്ല, ദീർഘദൂരം നടക്കാൻ പറ്റും. ആമേൻ. ദീർഘദൂരം നടക്കാൻ നിങ്ങൾക്കറിയോ, മിലിട്ടറിക്കകത്ത് മിലിട്ടറിക്കാരെ പ്രൈസ് ദി ലോർഡ് പരേഡിൽ നിരത്തി നിർത്തും. ഒരാളിന്റെ കാലിന്റെ വേഗത കുറഞ്ഞാൽ ലാത്തിയുടെ അല്ല അടി കയറുന്നത്. ആമേൻ. അവരെ കയ്യിരിക്കുന്ന തോക്ക് എടുത്ത് മാട് വെച്ച് അടിച്ചു കയറ്റി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെന്നറിയാമോ, അത് ഒരേ സ്റ്റൈലായിരിക്കണം അവരെ മാർച്ച്. ഇന്ന് രാത്രി ദൈവ പൈതലേ, നീ ഒരുപോലെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കാൻ അനുവദിക്കുന്നില്ല. എവിടെയോ ഒരു പിടി, അല്ലേ? സ്തോത്രം. എത്രയോ നാളായി വിചാരിക്കും നടക്കണം, പക്ഷെ അടുത്തു വരുമ്പോഴാണ് പ്രശ്നം. ഒന്ന് അടുപ്പിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ഒരു ക്രമീകരണത്തിലേക്ക് വരുമ്പോഴാ ഈ പിടി. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, അതിനെ കൊടഞ്ഞു കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ കൊടഞ്ഞു കളയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ക്യാമ്പസിലും കിട്ടത്തില്ല കൃപാവരങ്ങൾ. ഒരു ക്യാമ്പസിലും നമുക്കുള്ള കൃപാവരങ്ങൾ കിട്ടത്തില്ല. നമ്മൾ പ്രാപിച്ചെടുക്കണം. എവിടെന്നാ കൃപാവരം? എവിടെയാ പ്രാപിക്കുന്നത്? വീട്ടിനകത്താ. വീട് നിറഞ്ഞ് കവിയണം, അല്ലേ? വീട് നിറഞ്ഞ് കവിയണ്ടേ? കവിയണം. എവിടെ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ്? വീട്ടിനകത്താ. മാളിയ മുറിയിലായി ഇറങ്ങുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വീട്ടിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ തന്നെ ഇന്ന് രാത്രി ഇതിനകത്തേക്ക് അഭിഷക്തന്മാരോട് പറയുക, നിങ്ങളുടെ സന്ധ്യാ പ്രാർത്ഥനകൾ എത്ര മണിക്കോ ആകട്ടെ, ഓക്കെ, ആ പ്രാർത്ഥനയിൽ ആത്മാവിൽ നിങ്ങൾ ആരാധിക്കണം. ആമേൻ. ഞാൻ അഭിഷേകം പ്രാപിച്ചത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അന്യഭാഷ അടയാളത്തോടു കൂടി പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങിയത് വീട്ടിനകത്താ. ഇന്ന് രാത്രി സ്തോത്രം, ഏത് വീടെന്ന് പ്രശ്നമല്ല. സ്തോത്രം. നീ പാർക്കുന്നത് വാടക വീടാകട്ടെ, ഒരു ചെറ്റക്കുടിലാകട്ടെ, ഒരു ടാർപ്പയ്ക്ക് കീഴിലാകട്ടെ, ഒരു ടെന്റിനകത്തായിരിക്കട്ടെ, ഒരു ഷെഡിനകത്തായിരിക്കട്ടെ, എന്തിനേറെ ഇനി പശുവിനെ കെട്ടുന്ന തൊഴുത്തിനകത്തായിരിക്കട്ടെ, വീടല്ല വിഷയം, നീ ഇരിക്കുന്ന സ്ഥലമാണ് വിഷയം. ഇന്ന് രാത്രി ഇരിക്കുന്നിടം ദൈവത്തിന്റെ മന്ദിരമാക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി ഏതൊക്കെ കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഏതൊക്കെ കുടുംബങ്ങൾ ഇന്ന് രാത്രി ചില കെട്ടിനകത്തുനിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. എത്ര പരിശ്രമിച്ചിട്ടും ആ പട്ടണം പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും ഹല്ലേലൂയ അതിനെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും ഞാൻ എത്രയോ വർഷം കൊണ്ട് ആഗ്രഹിക്കുന്നു. ഓരോ വിപത്തുകൾ വരുമ്പോഴും തീരുമാനങ്ങൾ എടുക്കും, പക്ഷേ തീരുമാനം എല്ലാം ചേമ്പും തണ്ടിൽ വെള്ളം വീണതുപോലെയാ. അത് പോരാ. ആമേൻ. സ്തോത്രം. ഈ രാത്രിയിൽ ദൈവകുഞ്ഞെ വായിക്കാം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ നമ്മൾ വായിച്ചു വന്ന ഭാഗം, ഹല്ലേലൂയ, 46-ാമത്തെ വാക്യവും 47-ാമത്തെ വാക്യം കൂടെ നമ്മൾ ചിന്തിച്ചപ്പോൾ അതിനിങ്ങനെ വായിച്ചത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. 47-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 47-ാമത്തെ വാക്യത്തിലേക്ക് 46-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അവന് ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നോയിക്കേ 47-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച്. സ്തോത്രം. രാജാവ് ദാനിയേലിനോട്, നീ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യമെന്ന് കൽപ്പിച്ചു. കണ്ടോ? നമസ്കരിച്ചിട്ട് വീട്ടിൽ പോയില്ല. രാജാവിന്റെ മുൻപിൽ ദൈവ വൈതലേ ശബരബര നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആകാൻ പോവുക. ഭർത്താവ് ഭാര്യയോട് പറയും, കേട്ടോ 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 പ്രഭാഭിഷത്തെ പറയും, നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. പറയുന്ന നാൾ വിദൂരമല്ല കേട്ടോ. സ്തോത്രം. നിന്റെ ദൈവം ആമേൻ സ്തോത്രം ജീവനുള്ള ദൈവമാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചില വഴക്കുകൾ പറഞ്ഞു ആ വാ കൊണ്ട് പറയും. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗ വീണു. ഒരു രാജാവ് വീണെങ്കിൽ സാഷ്ടാംഗം വീണു. എന്താ സാഷ്ടാംഗം വീഴുക എന്ന് പറഞ്ഞ? ആമേൻ. അങ്ങ് കിടക്കുക. ഈ ഉരുളി നേർച്ചയ്ക്ക് അമ്പലത്തിൽ കിടന്നു. ഈ ഉരുട്ടിട്ടുണ്ടോ അമ്പലത്തിൽ? ആരെങ്കിലും ഉരുളി നേർച്ച നടത്തിയിട്ടുണ്ടോ അമ്പലത്തിൽ? ശയന പ്രശ്നം നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ നടത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ഉരുട്ടിയിട്ടുണ്ട്. ആമേൻ. അത് ചെറിയ ഉരുട്ടൊന്നുമല്ല കേട്ടോ, വലിയ ഉരുട്ടാ. ആമേൻ. സ്തോത്രം. ആമേൻ. എനിക്കൊന്നും അതൊന്ന് ആ ചുറ്റും ഒന്ന് നേരെ ടേപ്പിട്ട് അളന്നു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ വരും. അത്ര ഉരുട്ടിയത്. സ്തോത്രം.
ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇന്നല്ലേ സിമന്റ്, അന്ന് സിമന്റ് ഒന്നും ഇല്ലല്ലോ. ഇന്നൊക്കെ ഉരുളാൻ നല്ലതാ, ഒന്ന് ഉരുണ്ട് നോക്കിക്കേ, ഭയങ്കര രസമാണ്, കാരണം എല്ലാം മാർബിളായി. പക്ഷെ അത് അന്ന് കടുകടത്ത തറയാ. ആമേൻ, സ്തോത്രം. തലേ ദിവസം പട്ടിയൊക്കെ അവിടെ കാട്ടിച്ചതാ, പൂച്ചയൊക്കെ, അതിനെ പുറത്തുള്ള ഉരുട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് ചെളിയാകാൻ വേണ്ടിയാ ശരീരത്തിൽ. അതുപോലെ നെടുമ്പാടെ തറയിലേക്ക് കിടക്കുക രാജാവ്. ഞാൻ നമിച്ചിരിക്കുക, ഞാൻ നമിച്ചു. ആമേൻ, നിന്റെ ദൈവം തന്നെ യഥാർത്ഥ ദൈവം. ഉടവൽക്കമനം, നിന്റെ ദൈവം തന്നെ. ഞാൻ നിന്നെ എന്തുമാത്രം അനാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിന്നെ എന്തുമാത്രം വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ ദൈവം തന്നെ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ജോയ്സ് അഭിഷേകയെ ആമേൻ പറയാ, നിന്റെ ദൈവം തന്നെ. സ്തോത്രം. ഞാൻ എത്രയോ പ്രാവശ്യം അല്ലേ ഞാൻ വഴക്ക് പറഞ്ഞു. ആമേൻ, ആമേൻ, സ്തോത്രം. മുട്ടു ചുരുട്ടി ഇടിക്കാൻ വന്നു. ആമേൻ, സ്തോത്രം. ഒരു അടി തന്നു, എങ്കിലും ഞാൻ സാഷ്ടാംഗം വീഴുകയാണ്. ഇന്ന് രാത്രി 2026 ഈ 4ാമത്തെ മാസത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ 12ാമത്തെ തീയതി രാത്രിയിൽ കുടുംബങ്ങളെ നോക്കി റിക്കി പറട, ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം വീഴും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ രാത്രി ദൈവാത്മാവ് ആരോടൊക്കെയോ ഇന്ന് രാത്രി വിളിച്ചു പറയുക, ഓ പ്രൈസ്, ജനനം മുതൽ പിന്തുടർന്ന ചില പൈശാചിക ശക്തികൾ, ജനനം മുതൽ പിന്തുടർന്ന ചില ആമേൻ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ചില അന്ധതമസ്സുകൾ, ഹല്ലേലൂയ, നിരാശപ്പെടുത്തുന്ന വാഴ്ത്തത്വങ്ങളെ തടയുന്ന ചില കറുത്ത ശക്തികൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ താളടിയാകാൻ പോകുകയാ. സ്തോത്രം. പ്രാർത്ഥന വിട്ടുകളയരുത്. ഉടവൽക്കമന ജൂഡമനാരകൽക്കനാദി, ഓ സാഷ്ടാംഗം വീഴുകയാ. ഇന്ന് രാത്രി സാഷ്ടാംഗം വീഴുകയാ. ഇന്ന് രാത്രി കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്നു. ഇന്ന് രാത്രി ദൈവ പൈതലേ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ചില സംഭവിക്കാൻ പോകുകയാ. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരികയാ. ആരും തൊടണ്ട കേട്ടോ, നിനക്ക് വേണ്ടി ഒരുത്തന് ഇറങ്ങിയിട്ടുണ്ട്. രാജാവേ, ഞാൻ ഒന്ന് കണ്ടു, കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു പർവ്വതത്തിനകത്തുനിന്ന് പറഞ്ഞു വരികയാ. പർവ്വതത്തിൽ നിന്ന് വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും, ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വെള്ളിയും പൊന്നും, ആമേ, ഇതെല്ലാം തകർത്തു കളയും. തകർന്നു പോകുകയാ. ഇന്ന് രാത്രി പല തകർന്നു മാറുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിന് അറിയിച്ചിരിക്കുന്ന സ്വപ്നം നിശ്ചയം അർത്ഥം സത്യമാകുന്നു. ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിപ്പാൻ, ഹല്ലേലൂയ, അകത്തകത്ത് ആമേ ഇരുമ്പഴിക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരുത്തനെ പുറത്ത് കെട്ടടിച്ച് കൊണ്ടുവരാൻ പോകുകയാ. ഇന്ന് രാത്രി എന്നും നീ അകത്ത് കിടക്കേണ്ടവനല്ല, എന്നും നീ അകത്ത് കിടക്കേണ്ടവളല്ല. നിന്നെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നീ എന്നും അകത്തിരുമ്പഴിക്കകത്ത് കിടക്കേണ്ടവനല്ല. ദേശത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി പട്ടണങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ മേൽ വച്ചിരിക്കുന്ന ചില വാതിലുകളെ, ഓ പ്രൈസ് ദി ലോർഡ്, ശത്രു അടച്ചു വച്ചിരിക്കുന്ന ഇരുമ്പഴികളെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവന്നിട്ട് രാജാവിന്റെ മുമ്പിൽ നിർത്തുന്ന, രാജാവിന്റെ കാല് പിടിക്കാൻ പോകുകയെന്ന് രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. മിനി അഭിഷത്തെ, ഹലോ, ദൈവാത്മാവിനകത്ത് പറയാം, എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ? ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. സ്തോത്രം. എന്നാൽ ദൈവാത്മാവിന്റെ രാത്രി ദൂത് പറയേട്ടോ, അതിൻ്റെ നാഴിക അടുത്തിരിക്കുകയാ. ആമേ, സ്തോത്രം. നോക്ക്, കൈ തൊടാതെ ഒന്ന് പറഞ്ഞു വരാൻ പോകുകയാ. അത് ചെറിയൊരു, ആമേ, സ്തോത്രം, ഒരിടത്ത് ആമേ മാറിയിരിക്കുന്ന ഒരു കല്ലല്ല. ഹല്ലേലൂയ. വായിച്ചേ, അതിന്റെ മുകളിലോട്ട് കയറി 45ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം അതിമനോഹരമായ വാക്യം, ശ്രേഷ്ഠകരമായ വാക്യമാണ്. അത് വരുന്ന എവിടെന്ന? ഒരു പർവ്വതമാരാ? ക്രിസ്തു.
ആ പർവ്വതത്തിനകത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന്റെ നേരെ നിൽക്കുന്ന ഒരു ശക്തിയും ജയിക്കത്തില്ല, ചരിത്രമില്ല. വായിച്ചു. Glory to God. Hallelujah. Yes. 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 Praise the Lord. ഇത് കള്ളമൊന്നുമല്ല, ഞാൻ കണ്ടത് സത്യമാണ്. പറയാൻ പറ്റും, ചങ്കുറ്റത്തോടെ പറയാൻ പറ്റും. ഇന്ന് രാത്രി ഞാൻ കണ്ട വെളിപ്പാട് സത്യമാ. ദിനീശ്വരന്റെ മകന് സംഭവിച്ചെന്നറിഞ്ഞപ്പോൾ ആ വാർത്ത കേട്ടോ പെട്ടെന്ന് ദൈവം എന്നെ ദേശത്ത് ഉണർത്തിയ ദൂതാണ് പെട്ടെന്ന് വന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവാത്മാവ് ഉണർത്തിയ ദൂതാണ് എനിക്ക് പെട്ടെന്ന് ചിന്ത കർത്താവ് എന്നെ കൊണ്ടുപോയത്. ആമേൻ, ഞാനിവിടെ എഴുതി വെച്ച് പ്രാർത്ഥി, കർത്താവ് അങ്ങനെ ഒന്നും സംഭവിക്കരുതേ എന്ന്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് രാത്രിയിൽ ആമേൻ, സ്തോത്രം, വലിയ കലഹങ്ങൾ ഉണ്ടാകേണ്ട സമയത്ത് അവിടെ ക്ഷമിച്ചും പൊറുത്തും നിൽക്കേണ്ട ഒരു തലം തൻ്റെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, ഇല്ല വേറെ ഏതെങ്കിലും ഒരു ആത്മീയനല്ലാത്ത പിതാവായിരുന്നുവെങ്കിൽ നിന്റെ മകനായി ഇത് കാണിച്ചതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയായിരിക്കുമായിരുന്നു. രക്തച്ചൊരിച്ചിൽ നടന്നില്ലേ, അവിടെയും സഹിച്ചു നിൽക്കാൻ ദൈവാത്മാവ് ഒരു കരം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം. ആ കുഞ്ഞ് തലയിൽ 5 തയ്യലെന്ന് കേട്ടപ്പോ ആമേൻ, സ്തോത്രം, ചങ്ക് പറഞ്ഞു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു അഭിഷേകത്തിനെ ഭാരപ്പെടണം കേട്ടോ. ചിലപ്പോൾ അതിനകത്ത് ആമേൻ, സ്തോത്രം, ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാകും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങളോ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ആമേൻ, സംഭവിച്ച സ്ഥലം വേറെ ഏതെങ്കിലും മോശപ്പെട്ട, അല്ലെങ്കിൽ നമ്മോട് കൂടെ ആമേൻ സഹകരിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ സഹകരിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന, ചിലപ്പോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുള്ള കുടുംബത്തിലായിരുന്നുവെങ്കിൽ ഇതൊന്നുമല്ല സംഭവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി അറിയോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്നേക്ക് ഒരു 8 വർഷം മുൻപ് ഇതുപോലൊരു സംഭവം ഉണ്ടായി. 4 പിള്ളേർ ഒരുമിച്ച് കളിച്ചോട് നിൽക്കുമ്പോൾ എന്താ കളിയെന്നറിയാമോ? ആമേൻ, ഒരു തെങ്ങിന്റെ ഓല ചാഞ്ഞു കിടക്കുകയായിരുന്നു. ഈ ഓലയുടെ തുമ്പിൽ പിടിച്ചിങ്ങനെ അവർ ആടിപ്പോകുക. ഇടയ്ക്കൊരു തോട്, ചെറിയൊരു കൈത്തോട് പോലൊരു തോട്. നമ്മള് സഹോദരന്മാരൊക്കെ ഒന്ന് കാലിങ്ങനെ ആമേൻ വലിച്ചു വെച്ചാൽ അപ്പുറത്ത് കടക്കാൻ പറ്റുന്നൊരു തോടാ. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കളി നല്ല രസമായിരുന്നു. അവരുടെ മാതാപിതാക്കൾ ആമേൻ അവരെ പ്രോത്സാഹിപ്പിച്ച് വിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ലാസ്റ്റ് വന്ന ഒരു കുഞ്ഞുണ്ടല്ലോ, അവർ പരസ്പരം കൂടെ മാറുകയാ. പിന്നെ 8 റൗണ്ട് കഴിഞ്ഞ ശേഷം ഈ കുഞ്ഞു വന്നതിനെ ആമേ പിടിച്ചു, അടുത്ത് നിന്ന് കുഞ്ഞു തള്ളി വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ഹല്ലേലൂയ. ആ ഓല ആ തെങ്ങിൽ നിന്ന് അടർന്ന് താഴെ പോന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്, 2 കുഞ്ഞുങ്ങൾ തക്ഷണം മരിച്ചു. ഹല്ലേലൂയ. ചെറിയ ഒരു വീഴ്ചയ്ക്ക് ആ മടല് വന്ന് നിലത്തടിച്ച് അടുത്ത് നിന്ന് കുഞ്ഞിന്റെ തലക്കടിച്ചു, തക്ഷണം മരിച്ചു. ഈ തൂങ്ങി ആടിയ കൊച്ചുണ്ടല്ലോ, അത് തോട്ടിൽ കഴുത്തുകുത്തല വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. കാരണം ഇതൊക്കെ പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വന്നു. ഹല്ലേലൂയ. ഈ രാത്രി വേദനയോടെ പറയുക, ഈ വെക്കേഷനുകളിൽ ദൈവമക്കൾ ശക്തമായി കുഞ്ഞുങ്ങളെ ഭവനത്തിനകത്ത് തന്നെ ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ചില വേദനകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, ദേശത്തെ കെട്ടുകൾ അഴുകിയ ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ ചില വേദനകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ കർത്താവ് ചിലപ്പോഴൊക്കെ ചേർത്ത് പിടിക്കുക. കുഞ്ഞെ ഇങ്ങോട്ട് വന്നേ. ആമേ കുറച്ച് മുമ്പ്, എനിക്ക് തോന്നുന്നു 2, 3, 4 മാസം മുമ്പ് ഇതേ മോന്റെ കഴുത്ത് അല്ലേ അഭിഷേകത്തിന് അല്ലേ ആ ഒരു കയറിനകത്ത് അവല്ലേ അകപ്പെട്ടു പോയത്. സ്തോത്രം. അന്ന് ഒരു കളി ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഞാനും കുറച്ച് ഉപദേശം കൊടുത്തു. ആ പ്ലാവ് വരെ മുറിച്ചു മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ തീർന്നോ? ശത്രു വിട്ടോ? ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, എവിടെയൊക്കെയോ ചില പ്രതികൂലങ്ങൾ ഉയരുന്നു. ആരാധനയ്ക്ക് ഇന്ന് രാത്രി മുട്ടുമടക്കിക്കോ. ചില വിനാശകന്മാർ ദേശത്ത് താളടിയാകാൻ പോകുകയാ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ പറയുന്നു കൈ തൊടാതെ. കൈ തൊടണ്ട, നീ ഒന്നും ചെയ്യണ്ട കേട്ടോ. ചിലത് പറഞ്ഞു വരാൻ പോകും. എവിടെ നിന്നാ വരുന്നത് അറിയുമോ? പർവ്വതത്തിൽ നിന്ന്. നോക്കി, കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന്. ഹല്ലേലൂയ.
പർവ്വതത്തിൽ നിന്നാ വരുന്നത്. ആ പർവ്വതം ആരാ? സംഗീതം പറയുന്നു, ആമേൻ സ്തോത്രം, പർവ്വതങ്ങൾ പറ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. അപ്പൊ ഇതേത് പർവ്വതമാ? കർത്താവാ. സ്തോത്രം. കർത്താവ് ഒരുവനെ ഈ 4 കുഞ്ഞുങ്ങളും അതിനകത്ത് എത്തിയെങ്കിൽ ഈ 4 പേരെയും പ്രൊട്ടക്ട് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ദാനിയേൽ വിചാരിച്ചു കാണോ ഹൃദയത്തിൽ, അയ്യോ എനിക്ക് ഇന്നിപ്പം തള്ളി പോകാം? ഇല്ല. അവരെന്താ വിചാരിച്ചു കാണും? ഒന്നുമില്ല. നോക്കൂ, അവൻ 47-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ. ആമേൻ. ഇതെന്താണ്? രഹസ്യങ്ങളെ വെളിപ്പെടുത്തും ദൈവം. ഹല്ലേലൂയ. രഹസ്യങ്ങളെ. ആമേൻ. നമ്മൾ പോലും ചിന്തിക്കാത്ത രഹസ്യങ്ങളെ. നോക്കിയേ, ഇന്നലെ തന്നെ എന്നോട് അഭിഷക്ത് പറഞ്ഞതില്ലേ, ഞാൻ ഇന്ന് പൂർണ്ണ ആരോഗ്യവാനാ. പ്രൈസ് ദി ലോർഡ്. അതേ അഭിഷക്തമാരെ ഇന്നലെ ആ ശാസന ഉണ്ടല്ലോ, അവർ നിന്ന് ആത്മാവിലേക്ക് ഞാൻ പൂർണ്ണ വിടുതല. രാത്രി പിന്നെ അവരെന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു ഫോണിൽ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി രാത്രിയായി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചത് ഞാൻ നല്ലവണ്ണം ഉറങ്ങി ഇന്നലെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ആമേൻ, എൻ്റെ കൈ പോലും അനക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറയുന്നത്, ചിലർക്ക് രഹസ്യങ്ങൾ അകത്തുന്ന ദൈവം അങ്ങ് എടുക്കും. ഇന്ന് രാത്രി ചിലത് ദേശത്തുനിന്ന് നീ പോലും അറിയാതെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ പർവ്വതത്തിൽ നിന്ന് ഒരു കല്ല് വരും, അടിക്കും. അപ്പോ പൊട്ടുന്ന ഏതൊക്കെയെന്നറിയാമോ? പൊട്ടുന്നത് ഇരുമ്പും, പിന്നെ അടുത്തെന്താ താമ്രം, പിന്നെ അടുത്തെന്താ കളിമണ്ണ്, പിന്നെ എന്താ വെള്ളിയും, പിന്നെ എന്താ പൊന്നും. തകർത്ത് കളഞ്ഞതായി സകലത് തകരും. ആമേൻ. ഹല്ലേലൂയ. അതല്ലേ പാട്ടുകാരൻ പാടിയത്? തകർക്കുന്നീ ദുഷ്ടഭുജത്തെ, അല്ലേ, ഉടയ്ക്കുന്നീ നീചപാത്രത്തെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില തകർക്കണമെങ്കിൽ, ചില തകർന്ന് ഉടയണമെങ്കിൽ, നിന്നെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സിയോൻ പുത്രിയാക്കുവാൻ, ഒരു സിയോൻ നിവാസിയാക്കുവാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറായി ഇന്ന് രാത്രി കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വായിച്ചോ അതിന് 48-ാമത്തെ വാക്യം. 40. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകരുമാക്കി വെച്ചു. വലിയ സമ്മാനങ്ങളെല്ലാം കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ്. വലിയ സമ്മാനങ്ങൾ. എന്നാൽ ഈ സമ്മാനം പഴയ നിയമത്തിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ഉൽപ്പത്തി പുസ്തകം 13, ഉൽപ്പത്തി പുസ്തകം 14, ഉൽപ്പത്തി പുസ്തകം 15, ഉൽപ്പത്തി പുസ്തകം 13, 14 പഠിക്കുമ്പോൾ അബ്രഹാം ലോത്തിനെ ശത്രുവാണെന്ന് വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ മൽക്കീസദേക്ക്, ശാലേം രാജാവായ മൽക്കീസദേക്ക് അബ്രഹാമിന് ദശാംശം കൊടുത്തു, കുറെ സമ്മാനങ്ങൾ കൊടുത്തു. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്തില്ലെന്നറിയാമോ? ഒന്നും അബ്രഹാം വാങ്ങിയില്ല. ഇതൊന്നും വേണ്ട. എന്നാൽ 15ലേക്ക് വരുമ്പോൾ പറയുന്നു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം തന്നെ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രതിഫലമാ. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്തോ, കർത്താവ് പറയാ, ഞാൻ നിന്റെ പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വീടില്ലാത്തവർ വലിയ വീടെല്ലാം കാണുമ്പോൾ, ആമേൻ, ഒരു തറയൊക്കെ പണിയുമ്പോൾ, കർത്താവേ സ്തോത്രം, എനിക്കിനി എന്നാ തരുന്നേ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്തവർ ചോദിക്കുമല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോ കർത്താവ് എന്താ പറയുന്നത് അറിയാമോ? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. പറഞ്ഞ എല്ലാവരും വാതർന്ന് പറഞ്ഞേ, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. നിങ്ങൾ ഇന്ന് ഉറങ്ങും മുമ്പേ ഈ അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. 15-ാമത്തെ അധ്യായം ഉൽപ്പത്തി. അതിനകത്ത് പറയാ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും. ആമേ, ഞാൻ ആ അധ്യായത്തിലേക്ക് ഒന്ന് വരട്ടെ. ആമേ, ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ ഒന്ന് വരട്ടെ. 1-ാം വാക്യം. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഹല്ലേലൂയ. ആമേ. നിനക്കൊരു ദർശനം തരുന്ന രാത്രി, നിനക്കൊരു ദർശനം ദൈവം തരും.
നിനക്കൊരു വാഴ്ത്തത്തം ദൈവം തരും. ആമേൻ. നിനക്കൊരു ഉയർച്ച ദൈവം ഇന്ന് രാത്രി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് നിസ്സാരമല്ല കേട്ടോ. നോയിക്കേ, ആമേൻ. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴേ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, രാജാവ് ദാനിയേലിന് ആമേൻ സ്തോത്രം മഹാനാക്കി. ഓ ഹല്ലേലൂയ. കൊല്ലാൻ പിടിച്ചിട്ടതാ, കൊല്ലാൻ പിടിച്ചതാ, കൊല്ലാൻ. ഇന്ന് രാത്രി കൊല്ലാൻ പിടിച്ചവനെ കൊണ്ട് നിന്നെ മഹാനാക്കും. അതിനു മുൻപ് നിന്നെ കാല് പിടിക്കും. ഇന്ന് രാത്രി നല്ല ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന ഇതിനകത്ത് എല്ലാവരോടും ദൈവം പറയാ, ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളെ പഴിക്കുന്നില്ലേ, നിങ്ങളെ ദുഷിക്കുന്നില്ലേ, എന്താ ഒന്നും ആകാത്തതെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നില്ലേ? ഈ രാത്രി ദൈവാത്മ പറയാ, ഇല്ല ആമേൻ നിന്റെ തലമുറ എന്താ ഇന്നും ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കുന്നില്ലേ? ആമേൻ അവരെ നോക്ക് ഇവരെ നോക്കെന്ന് പറയുന്നില്ലേ? അവരുടെ മുൻപിൽ വച്ച് നിന്നെ മഹാനാക്കും ദൈവം. ചില കഷ്ടതയിൽ കൂടെ കടന്നു പോകും, ചില പിരീഡിൽ കൂടെ ദൈവം കടത്തിവിടും. അവിടെ ഈ ദൈവം മുമ്പിൽ വിശ്വസ്തയായിരിക്ക. ഇന്ന് രാത്രി അവർ പറയും നിന്നെ മഹാനാക്കും. ഹല്ലേലൂയ. മരിക്കാൻ കൊല്ലാൻ കൊണ്ടുവന്ന കൊല്ലാൻ. പ്രാർത്ഥിക്കുന്നവനെ കൊല്ലാൻ കഴിയുമോ? പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ കഴിയുമോ? ഹല്ലേലൂയ. അവന്റെ ഉത്തരവാദി ആരെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവമാണ്. ഇന്ന് രാത്രി നിന്റെ ഉത്തരവാദി, നിന്റെ അംബാസഡർ സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. രാജാവ് എന്ത് ചെയ്തു? അവനെ മഹാനാക്കി. അവന് അനേകം വലിയ സംഭാവനകൾ. ഞാൻ ഇങ്ങനെ അത് വ്യാഖ്യാനിക്കട്ടെ, നിങ്ങളുടെ സമ്മതത്തോടു കൂടി എഴുതിയിട്ടില്ല. വലിയ സമ്മാനം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വ്യാഖ്യാനിക്കും. ഞാൻ ദർശനം കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ. ആ സമ്മാനമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ കാണിക്കുന്ന വെളിപ്പാടുണ്ടല്ലോ, ഈ അറ്റം മുതൽ നീ നിന്റെ കണ്ണ് എവിടെ പോയി നിൽക്കുന്നു ആ സ്ഥലം മുഴുവനും ഇരിക്കുന്ന കോട്ടകളും ആ പട്ടണങ്ങളും അതിനകത്തിരിക്കുന്ന ആമേ സ്തോത്രം ബിൽഡിങ്ങുകളും ആമേ അതിനകത്തുള്ള സകല സ്വത്ത് വകകളും ആമേ സ്തോത്രം പ്രൈസ് പഴത്തോട്ടങ്ങളും നദികളും സകലതും ആമേ ദാനിയേലിന് വേണ്ടി ആമേ വേർതിരിച്ചു. ഇന്ന് രാത്രി ദൈവവൈതലേ, നിനക്ക് ഒന്നുമില്ലെന്ന് പലരും നിന്റെ ചെവി കേൾക്കെ പറയുമ്പോൾ നിന്നെ ഒരു മഹാനാക്കി വലിയ സമ്മാനം തന്നത് എന്തെന്നറിയാമോ? ഈ പുസ്തകം എടുത്തതുകൊണ്ടാണ്. ഈ പുസ്തകം എടുക്കുന്നവനെ മാനിക്കും. ഈ പുസ്തകം എടുക്കുന്നവനെ തമ്പുരാൻ മാനിക്കും. ഇത് ചുമന്നു കഴിഞ്ഞാൽ ഒരിക്കലും നീ നിരാശപ്പെടണ്ട. ആമേൻ സ്തോത്രം. ഇതിനകത്ത് അനുഭവമുള്ള ഒരു തിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളോടാ പറയുന്നേ, ഇതെടുത്തവനെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഓ, തുറുങ്കിനകത്തടച്ചാലും അവിടെ നിന്ന് നീ ഇരട്ടി ശക്തിയോടെ പുറത്തു വരും. നീ ഒരു തെരുവ് നായെ പോലെ നടക്കുമെന്ന് പറഞ്ഞ് വിധി പറഞ്ഞവരുടെ മുൻപിൽ ദൈവം നിന്നെ അത്ഭുതമാക്കി നടത്തും. അത്ഭുതമാക്കി, അത്ഭുത വിടുതലാക്കി നടത്തും. ഓ ആമേൻ. നല്ലൊരു മഹാനാക്കി കേട്ടോ. നോക്കിക്കേ, അവന് വലിയ സമ്മാനങ്ങൾ. ഇപ്പൊ സമ്മാനം ഇഷ്ടപ്പെടാത്ത ആരുണ്ട്? ആമേൻ. ആരും ഇഷ്ടപ്പെടാത്ത, ഞാനും ഇഷ്ടപ്പെടുന്നവരാ. സമ്മാനം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ സ്നേഹിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, ദൈവം സ്നേഹിക്കുമ്പോൾ, നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ സമ്മാനം തരും. നിങ്ങൾക്ക് കിട്ടാറുണ്ടോ എനിക്കറിയില്ല. സമ്മാനം കിട്ടാറുണ്ടോ എന്നറിയില്ല. എനിക്ക് കിട്ടാറുണ്ട് ഇഷ്ടംപോലെ സമ്മാനങ്ങൾ. ചിലപ്പോൾ നല്ല അടിയായിരിക്കും കിട്ടുന്നത്. ദൈവം തരണതേ ചിലപ്പോൾ നല്ല അടിയായിരിക്കും. ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മൻ തരും. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു തലോടലായിരിക്കും. ആമേൻ. ചിലപ്പോൾ ഒരു ശാസനയായിരിക്കും. സ്തോത്രം. ആമേൻ. ചിലപ്പോൾ ദൈവം നമ്മെ വാരി അങ്ങ് പുണരും. ഹല്ലേലൂയ. അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആമേൻ. എനിക്ക് ചെറിയൊരു വേദന, ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു. കർത്താവേ കിടത്തിക്കളയരുതല്ലോ, നോക്കാരുമില്ല. ഇതേ പറയുള്ളൂ, വേറെ ഒന്നും വേണ്ട. എനിക്ക് വേറെ ഒന്നും വേണ്ട. കർത്താവെ കിടത്തിക്കളയത് നോക്കാൻ ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കർത്താവെ ആമേ സ്തോത്രം, ഞാൻ ഉണരുമ്പോൾ മരിച്ചാൽ കുഴപ്പമില്ല, കിടത്തി നീ എന്നെ കൊന്നുകളയില്ലേ. ഹല്ലേലൂയ. ആമേ. മരണത്തെ എനിക്ക് വേദനയോടെ മരിക്കാൻ പേടിയാ. സ്തോത്രം. അതുകൊണ്ട് നീ വേദനിപ്പിക്കാതെ എന്നെ കൊന്നുകളയണം. പ്രൈസ് ദി ലോർഡ്. അതാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അറിയത്തില്ല.
സ്തോത്രം. പലപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ സ്റ്റാറ്റസ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനാ വിഷയമാണത്. ആമേൻ. സ്തോത്രം. ഏലിയാവ് പറഞ്ഞില്ലേ, ഞാനിതാ തീർന്നു. സ്തോത്രം, ഞാൻ മരിക്കാനായി ഇച്ഛിച്ചു കിടക്കുക ഏലിയാവ്, ഇയ്യോബ്. സ്തോത്രം. പക്ഷെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതിനും അപ്പുറം നിന്നെ കൊണ്ടുവരാൻ. ഇന്ന് രാത്രി നിർത്താൻ നിയോഗമില്ലെങ്കിലും കണ്ടിന്യൂ. നാളെ നമുക്ക് 48 വാക്യവും 49 വാക്യവും ഒത്തിരി കവർ ചെയ്യാറുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവമൈതലേ, നിന്നെ മാനിക്കുന്നൊരു സ്വർഗമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മെ നിറയ്ക്കാൻ പോകുന്ന രാത്രി എല്ലാ കണ്ണുകളും അടയ്ക്കുക. 2